വി പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. ടി വി പ്രസാദ്, ഈ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ദിവസം മുതൽ ഈ വാർത്തയുടെ പിന്നാലെയുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ടി വി പ്രസാദ്. ഈ കേസിന്റെ പരിഗണനാ വിഷയങ്ങൾ വരുന്നത്, അതിൽ പാർട്ടിയുടെ പ്രതികരണം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിലിപ്പോൾ കെ കൃഷ്ണനും ജ്യോതി ബാബുവും പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർ എന്ന് RMP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന 2 പേർ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അവർ വിചാരണ കോടതിയിൽ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണിത്? മറ്റു പ്രതികളിലേക്കും ഇത് എത്തേണ്ടതുണ്ട്. 1 മുതൽ 7 വരെയുള്ളവർ വാടക കൊലയാളികളാണ്. കരാറെടുത്ത് കൃത്യം നടപ്പാക്കിയതിനപ്പുറം ടി പി ചന്ദ്രശേഖരനോട് ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ കഴിയില്ല എന്ന് RMP ആവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നും കാണുന്നുണ്ട്. ടി വി പ്രസാദ്. സുജയ പറഞ്ഞതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരേ സമയം ഒരു ആശ്വാസം കൂടിയുണ്ട്. അതായത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതി വിധി അംഗീകരിച്ചു എന്നുള്ളതാണ് CPM-നുള്ള ഒരു ആശ്വാസം. പക്ഷേ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായ കെ കൃഷ്ണനെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയും അവർ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ വിചാരണ കോടതിയുടെ വിധിയുടെ ഭാഗമായി ചില ലിങ്കുകളിൽ മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതായത് കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു കൊലപാതകം, പ്രതികളിൽ ഭൂരിപക്ഷവും കണ്ണൂരിൽ നിന്നുള്ളവർ, അങ്ങനെ 2 ജില്ലകളെ തമ്മിൽ യോജിപ്പിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. അതായത് ഈ കൃത്യം പലതവണ ശ്രമിച്ചിട്ടും ചെയ്യാൻ പറ്റാതിരുന്നപ്പോഴാണ് ഇത് കുഞ്ഞനന്തൻ്റെ അടുത്തേക്ക് ഈ കേസ് എത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ കോഴിക്കോട് ജില്ലയിലെ CPM വിഭാഗീയതയുടെ ഭാഗമായി, പ്രത്യേകിച്ച് ഏറാമല പഞ്ചായത്തിലെ വിഭാഗീയതയുടെ ഭാഗമായൊക്കെ CPM-മായി പരസ്യമായി യുദ്ധത്തിലേർപ്പെട്ട് ടി പി ചന്ദ്രശേഖരനും സംഘവും RMP രൂപീകരിച്ച് പുറത്തുപോയതോടുകൂടിയാണ് CPM-ന്റെ ശത്രുവായി ടി പി ചന്ദ്രശേഖരനും RMP-യും മാറുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നീട് CPM-നുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. സതീദേവിയുടെ പരാജയമാണ്. CPM ഒരിക്കലും അംഗീകരിക്കാത്ത, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അപ്രതീക്ഷിതമായ തോൽവിയാണ് ഉണ്ടായത്. അതിൻ്റെ പിറകിൽ ചന്ദ്രശേഖരനാണ് എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രശേഖരനെ വകവരുത്താൻ തീരുമാനിക്കുന്നതും. 2012 മെയ് 4-നാണ് കൊലപാതകമെങ്കിൽ കൂടിയും 2012 മെയ് 4-ന് രാത്രി മാത്രം നടന്ന ഓപ്പറേഷൻ ആയിരുന്നില്ല സുജയ. ഇത് 2009 ചോമ്പാല ഗൂഢാലോചന എന്നൊരു കേസ് അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് ചുവന്ന മാരുതി വാനിൽ ആ കൊലയാളി സംഘം കറങ്ങുകയും പലതവണ കറങ്ങിയിട്ട് കിട്ടാതിരിക്കുകയും ചെയ്ത് ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചിരുന്നതാണ്. പിന്നീടാണ് വീണ്ടും വലിയ രീതിയിൽ പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി അംഗം P. മോഹനനെ കുന്നുമക്കര പാർട്ടി ഓഫീസിൽ RMP പ്രവർത്തകർ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. അതിൻ്റെ എല്ലാം പിറകിൽ ടി പി ചന്ദ്രശേഖരനാണ് എന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ 2012 ഏപ്രിൽ മാസത്തിൽ 2ാം ഘട്ട ഗൂഢാലോചന, അതായത് കൊലയിലേക്ക് എത്തിയ ഗൂഢാലോചന ഏപ്രിൽ 2-ന് പൂക്കടയിൽ വെച്ച് തുടങ്ങുന്നത്. പൂക്കടയിലെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ചില ഗൂഢാലോചന കണ്ണികൾ തെളിയിക്കുന്നതിൽ അന്ന് പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നുള്ളിടത്താണ് 2012 ഏപ്രിൽ 2-ന് തുടങ്ങിയ ഗൂഢാലോചന ഏറ്റവും ഒടുവിൽ 2012 ഏപ്രിൽ 20-നാണ് വായപ്പടിച്ച് റഫീഖ്, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്, വായപ്പടിച്ച് റഫീഖ് ഇന്നോവ എടുക്കുന്നത്. അതിന് പിന്നാലെ 2012 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ഈ കൊലപാതകത്തിന് വേണ്ടി മാത്രം ഒരു സിം കാർഡ് എടുക്കുന്നത്. മാഹി സ്വദേശിയുടെ പേരിൽ വ്യാജ അഡ്രസ്സും ID കാർഡും കൊടുത്ത് ആ സിം ഉപയോഗിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞനന്തൻ്റെ വീട്ടിലേക്ക് KC രാമചന്ദ്രൻ എത്തുകയും KC രാമചന്ദ്രൻ അന്നത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അംഗം P. മോഹനെ വിളിച്ചത് പാർട്ടി തീരുമാനമാണെന്ന് കുഞ്ഞനന്തനെ അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അങ്ങനെ നേരത്തെ തീരുമാനിച്ച പ്രകാരം KC രാമേന്ദ്രന് കൊടുത്ത ചുമതല നിറവേറ്റുകയായിരുന്നു. പിന്നീട് കുഞ്ഞനന്തൻ ഇതിലെ സംഘങ്ങളെ കണ്ടെത്തുന്നു. 3 സംഘങ്ങളെ യോജിപ്പിക്കുകയാണ് കുഞ്ഞനന്തൻ ചെയ്തത്. വേറിട്ട് നിന്ന അണ്ണൻ സിജിത്ത്, അതുപോലെ തന്നെ കൊടിസുനി, കിർമാണി മനോജ്, ഷാഫി, ഇവർ 3 പേർ വേറെയായിരുന്നു. ബോംബെയിലുണ്ടായിരുന്ന TK രജീഷ്, പിന്നീട് ഇതിൽ ഉണ്ടായിരുന്ന ഷിനോജ്, ഇങ്ങനെ 7 പേർ. 1 മുതൽ 7 വരെയുള്ള കൊലയാളി സംഘങ്ങൾ, 1 മുതൽ പറഞ്ഞാൽ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, ഷിനോജ്, ഇവർ 7 പേരാണ് കൊലയാളി സംഘങ്ങൾ. അങ്ങനെ കുഞ്ഞനന്തന്റെ നേതൃത്വത്തിൽ ആ സംഘത്തിന് രൂപം നൽകുന്നു. 2012 മെയ് മാസം 4-ാം തീയതി വരെ
3 തവണ മെയ് 4-ന് മുമ്പ് അവിടെ എത്തുന്നു. ഏപ്രിൽ 24-ാം തീയതി എത്തുന്നു, 26-ാം തീയതി എത്തുന്നു, മെയ് 2-ന് എത്തുന്നു. അങ്ങനെ ഒടുവിൽ മെയ് 4-ാം തീയതി എത്തുന്നു. മെയ് 4-ാം തീയതി ചൊക്ലിയിലെ സമീറ ക്വാർട്ടേഴ്സിൽ നിന്നാണ് മാഷ അള്ള എന്ന് എഴുതി വെച്ച നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച ഒരു ഇന്നോവ കാറുമായി വരുന്നത്. അന്ന് വൈകിട്ട് വരുന്ന സമയത്ത് തന്നെ ചൊക്ലിയിലെ ജീപ്പ് സ്റ്റാൻഡിൽ വെച്ച് അവിടുത്തെ BJP പ്രവർത്തകരോട് തർക്കമുണ്ടാവുകയും BJP പ്രവർത്തകരുടെ ഫോൺ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഇതേ കൊലയാളി സംഘം തന്നെയായിരുന്നു അന്നുണ്ടായത്. അന്ന് രാത്രി തന്നെ പാനൂർ CIക്ക് പരാതി നൽകുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതേ ടീമാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തെളിയിക്കാനുള്ള പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അത് പിന്നീട് മാറുകയാണ് ചെയ്തത്. വണ്ടിയിലെ പൊസിഷൻ വെച്ച് നോക്കിയാൽ വണ്ടി ഓടിച്ചിരുന്നത് 1-ാം പ്രതിയായ MC അനൂപാണ്. മുന്നിൽ ഡ്രൈവറുടെ തൊട്ടടുത്തിരുന്നത് TK രജീഷാണ്. വാഹനം വരുന്നു, ഓർക്കാട്ടേരിയിലെത്തുന്നു. ഓർക്കാട്ടേരിയിലെത്തിയതിന് ശേഷം വാഹനം ഈ ചന്ദ്രശേഖരൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ബൈക്കിനെ ട്രേസ് ചെയ്യുന്നു. അതിനു മുമ്പ് TP ചന്ദ്രശേഖരൻ ഹെൽമെറ്റ് തൻ്റെ മകന് കൈമാറുന്നുണ്ട് വീട്ടിലെത്തിയിട്ട് വൈകിട്ട്. അതിനുശേഷം ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടുത്തെ ട്രാവൽ ഏജൻസിയിലെ ഓഫീസിൽ പോയി സുഹൃത്തിനോട് TP ചന്ദ്രശേഖരൻ സംസാരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ഹെൽമെറ്റ് ഇടാതെയായിരുന്നു ചന്ദ്രശേഖരൻ്റെ ബൈക്കിലുള്ള യാത്ര. ആ സമയത്ത് ഓപ്പറേഷൻ സിമ്മിൽ നിന്ന് കൊടിസുനി KC രാമചന്ദ്രനെ വിളിച്ച് ഒന്നുകൂടി ബൈക്കിന്റെ നമ്പർ കൺഫേം ആക്കുകയാണ്. ഈ പ്രതികൾക്ക് ആർക്കും TP ചന്ദ്രശേഖരനെ നേരിട്ട് പരിചയമില്ല. വ്യക്തമായും ഇപ്പോൾ TV പ്രസാദ് സൂചിപ്പിച്ചതാണ് അവിടെ നടന്ന സംഭവം. താങ്ക് യു TV പ്രസാദ്.